എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിടെക് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അപ്പോൾ സംസ്ഥാനത്തെ 9 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലും ബിടെക് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ 11/9/2024 അതായത് നാളെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ വെച്ച് നടത്തുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അന്നേ ദിവസം രാവിലെ 8 മണി മുതൽ 12 മണി വരെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 1 മണി മുതൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ക്യാപ്പ്, IHRD, LBS, CCE, SCT, കുസാറ്റ് ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും NOC ഹാജരാക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, അതുപോലെ ക്യാപ്പ്, അതുപോലെ IHRD, അതുപോലെ LBS, CCE, അതുപോലെ SCT, അതുപോലെ കുസാറ്റ് ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന എല്ലാ വിദ്യാർത്ഥികളും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതത് സ്ഥാപനങ്ങൾ, അത് നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരും പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരും എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കുന്ന മുറയ്ക്ക് തന്നെ ഫീസ് അടക്കേണ്ടതാണ്. ഫീസ് ജനറൽ കാറ്റഗറിക്ക് 9,650 രൂപയും അതുപോലെ തന്നെ അതിനോടൊപ്പം നിങ്ങൾക്ക് അതായത് ജനറലിന് ആ ഒരു രീതിയിലാണ് ഫീസ് വരിക. മറ്റുള്ളവർക്ക് 8,650 രൂപയാണ് ഫീസ് വരിക. അതായത് ഫീസ് ആനുകൂല്യമുള്ളവർക്ക് ആ ഒരു രീതിയിലാണ് ഫീസ് വരിക. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു മറ്റാനുകൂല്യമുള്ളവർക്കല്ല, അതായത് ഈ ഒരു ഫീസ് ജനറൽ കാറ്റഗറിക്ക് 9,650 മുതൽ 8,650 രൂപ വരെയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് കോഷൻ ഡെപ്പോസിറ്റ് 1000 രൂപയും SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1000 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുള്ളത്. അതായത് ജനറൽ കാറ്റഗറിക്ക് 9,650 രൂപയും അതുമുതൽ ഈ ഒരു 8,650 രൂപ അത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റ്. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപ. കീം റാങ്ക് ലിസ്റ്റ് മുഖാന്തരം അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ സ്ലിപ്പ് മാത്രം ഹാജരാക്കിയാൽ മതി. അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു കീം റാങ്ക് ലിസ്റ്റ് മുഖാന്തരം അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് മാത്രം ഹാജരാക്കിയാൽ മതി. പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും താഴെ പറയുന്ന രേഖകൾ ഹാജരാക്കേണ്ടതാണ്. ഡോക്യുമെൻറ്റ് or certificate to be submitted for verification at the time of spot admission. അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ ഈസ് ഇഷ്യൂഡ് ബൈ CEE. അതായത് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാകും. അതായത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനുള്ള അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതെടുത്ത് പോവുക. അതുപോലെ തന്നെ +2വിൻ്റെ മാർക്ക് ഷീറ്റ്, ഡാറ്റ ഷീറ്റ് ഇഷ്യൂഡ് ബൈ CE. അതായത് നിങ്ങളുടെ ഡാറ്റ ഷീറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടാകും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രൂഫ്, അതായത് നിങ്ങളുടെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അത് SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അത് നാറ്റിവിറ്റി തെളിയിക്കാനായിട്ട് SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, വാലിഡിറ്റിയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു കീം പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്. അടുത്തത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് SCBC അല്ലെങ്കിൽ OBC വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടത്. അതുപോലെ EWS സർട്ടിഫിക്കറ്റ്, നിങ്ങൾ EWS കാറ്റഗറിയിലാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ SC/ST, അതുപോലെ തന്നെ JEWS ആ ഒരു വിഭാഗത്തിലാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ TC അതുപോലെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. കാരണം TC ഇല്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് പ്രോസ്പെക്ടസിലെ ഈ ഒരു അനക്സ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്നല്ല പാസ്സായിട്ടുള്ളത്, +2 പാസ്സായിട്ടുള്ളതെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് +2 പരീക്ഷ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പാസ് സർട്ടിഫിക്കറ്റ്, അതായത് ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് +2വിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എനി അതർ സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ഇഫ് അലോട്ട്മെൻറ്റ് ഈസ് അണ്ടർ എനി അതർ കോട്ട ലൈക്ക് CG, അതുപോലെ തന്നെ XS, SD, DK, RP, അതുപോലെ JW, SG, ETC, അതുപോലെ തന്നെ ആ ഒരു വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അത് ആ ഒരു നിങ്ങളുടെ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ ഈ ഒരു പ്രിൻ്റ് ഔട്ട് ഓഫ് രജിസ്ട്രേഷൻ ഫോം, അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഫോം, അതുപോലെ തന്നെ PTA ഫണ്ട് റെസിപ്റ്റ്, അതുപോലെ തന്നെ ഈ ഒരു ബസ് ഫണ്ട് റെസിപ്റ്റ് ആൻഡ് CETAA റെസിപ്റ്റ്, ഇതൊക്കെ അഡ്മിഷൻ എടുത്തവർക്കാണ് ആവശ്യമായിട്ട് വരിക. അതിനോടൊപ്പം ഈ ഒരു രജിസ്ട്രേഷൻ ഫോം, അതായത് ഈ ഒരു നിങ്ങളുടെ ആ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്ന രജിസ്ട്രേഷൻ ഫോം കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തത് ഒരു സെൽഫ് അറ്റസ്റ്റഡ്
കോപ്പീസാണ് ഇനി വേണ്ടത്. അതായത് ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസാണ് ഇനി പറയുന്നതിൻ്റെ വേണ്ടത്. അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ CEE, അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റ് ഓഫ് കീം 2024, അതുപോലെ തന്നെ നാറ്റ സ്കോർ കാർഡ് ആർക്കിടെക്ചർ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ആ ഒരു നാറ്റയുടെ വേണ്ടത്. അതുപോലെ SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ്, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതായത് എല്ലാത്തിൻ്റെയും കോപ്പിയാണ് അതായത് ഇപ്പോൾ പറയുന്നത് വേണ്ടത്. അതുപോലെ തന്നെ ഒരു മാർക്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ അതായത് പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, അത് +2 സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ EWS അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ NCRL സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ, ഏതാണ് നിങ്ങൾക്ക് ആ ഒരു റിസർവേഷനായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അതായത് 18ാം നമ്പർ മുതൽ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു നിങ്ങൾക്ക് റിസർവേഷനായിട്ട്, അതായത് റിസർവേഷനല്ല എല്ലാത്തിൻ്റെയും ഓരോ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ 18ാമത്തെ നമ്പറായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസാണ് വേണ്ടത്. അതായത് എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ നാളെ രാവിലെ 12 മണിക്ക് മുമ്പായിട്ട്, അതായത് നാളെ രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ് ഇതിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കുക. അപ്പോൾ ഈ ഒരു വിജ്ഞാപനം നിങ്ങൾക്ക് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഉത്തരവിൻ്റെ അതായത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ 2024 നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതായത് അവിടെ നിന്ന് അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് വായിച്ച് നോക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ നിബന്ധനകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളെ രാവിലെ 8 മണി മുതൽ ഈ ഒരു ഉച്ചയ്ക്ക് 12 മണി വരെയാണ് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിൽ കൃത്യമായിട്ട് ഈ ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ 2024 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.